ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണിക്കുന്നത് മാധവനെയാണ്. അപ്പോൾ മാധവാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഡോക്ടറെ, ഇതിൽ നിന്ന് എനിക്ക് മോചിതനാകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ മാധവനെ ആശ്വാസപ്പെടുത്തുകയാണ്. മാധവേ, നിന്നെ ഈ ഇതിൽ നിന്ന് പിന്മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. താൻ ആദ്യം റിലാക്സ് ആയിട്ടിരിക്കും, ഞാൻ പറയുന്ന ആ മരുന്നൊക്കെ കഴിക്കുക, ഈ മെഡിസിൻ പിടിച്ച് കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാധവാണെങ്കിൽ വിറച്ച് ആ മരുന്ന് മേടിച്ചിട്ട് കഴിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇനിയേ ഒരു കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോ, ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നല്ല ആശ്വാസം കിട്ടും എന്ന് മാധവിനോട് പറയുക. അങ്ങനെ മാധവ് നന്നായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ആ സമയത്താണ് ദാ വരുന്നു ആഷിത. അപ്പോൾ ആഷിത മാധവ് എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക. മാധവ് എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാധവ് കണ്ണ് തുറക്കുകയാണ്. മാധവ് എവിടെ, ലയ എവിടെ പോയി എന്ന് ചോദിക്കണം. എനിക്കറിയില്ല, അവൾ എന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും, അല്ലാതെ വേറെ എവിടെ പോകാനായിട്ട്. ഞാൻ കണ്ണ് തുറന്നപ്പോൾ കണ്ടത് അമ്മയാണ്. മനസ്വിനി അമ്മ ഇവിടെ വന്നായിരുന്നോ? വന്നായിരുന്നു. പക്ഷേ എൻ്റെ വായെ തോന്നിയത് മുഴുവനും ഞാൻ അവരെ വിളിച്ചു, അവരിവിടെ നിന്ന് ഞാൻ ആട്ടി പുറത്താക്കി എന്ന് പറയാം. ഇത് കിട്ടുന്നപ്പോഴേക്കും നമ്മുടെ ലയയുടെ കാര്യം അവിടെ സംസാരിക്കുകയാണ്. അവള് ഈ ഒരു സംസാരമൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ അവള് പോയിട്ടുണ്ടാവും. ഞാൻ കണ്ണു തുറന്നപ്പോൾ അവളെയൊന്നും ഞാൻ കണ്ടില്ല എന്ന രീതിയിൽ തന്നെ പറയുകയാണ്. അവൾ അങ്ങനെ പോകില്ല മാധവ്, അവള് നിന്നെ വിട്ട് ഒരിക്കലും പോവില്ല. പുറത്തേക്ക് പോയത് വേറെ വല്ല ആവശ്യത്തിന് വേണ്ടിയായിരിക്കും. അവൾ ഉറപ്പായിട്ടും തിരിച്ചു വരും, നിന്നെ പരിചരിക്കുകയും ചെയ്യും. ഇല്ല ഏട്ടത്തി, അവൾ ഒരിക്കലും വരില്ല. കാരണം അവൾ എന്നെ വിട്ട് പോകാനായിട്ട് അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അവൾക്കിപ്പോൾ ഒരു ഭാരമായിട്ടാണ് അവൾക്ക് തോന്നുന്നത്. ഇല്ല മാധവ്, ഒരിക്കലും നീ ഒരു ഭാരമല്ല. നിന്നെ എങ്ങനെയെങ്കിലും തിരുത്തണമെന്നാണ് അവളുടെ മനസ്സിലെ ആഗ്രഹം. പിന്നെ നിനക്ക് ആഗ്രഹമുണ്ട്, നീ അവൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ഉറപ്പായിട്ടും പോകണമെന്ന് നിനക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മാധവ്. നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ലയയുടെ മനസ്സ് ശരിക്കും മാറിയിരിക്കുകയാണ്. അവളിപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആഷിത പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ ആഷിത പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്നു ലയ. അപ്പോൾ ലയയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ലയ, നീ ഇത് എവിടെ പോയതായിരുന്നു? അത് പിന്നെ ഏട്ടത്തി എപ്പോൾ വന്നു? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. ഞാനേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തു പോയതാണേ. പിന്നെ ഒരു തുള്ളി ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. മാധവ് ഉറങ്ങുന്നത് വരെ ഞാൻ മാധവിൻ്റെ കൂടെ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ മാധവ് ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കുമാണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ പുറത്തിറങ്ങിയത്. ഇത് കിട്ടുന്നപ്പോഴേക്കും നീ ഭക്ഷണം കഴിക്കാനായിട്ട് പോയതാണല്ലേ? മനസ്സുനിയമ്മ വന്നായിരുന്നു കാണാനായിട്ട്, മാധവിനെ കാണാനായിട്ട്. അമ്മ വന്നെന്നോ കാണാനായിട്ട്? അതേന്നേ, അമ്മ കാണാൻ വന്നു. പക്ഷേ അവിടെ വലിയ പ്രശ്നം ഉണ്ടായത്. അമ്മയെ ആട്ടി പുറത്താക്കിയെന്നാണ് പറഞ്ഞത്. അമ്മയെ വിളിക്കേണ്ട വിളികളൊക്കെ മാധവ് വിളിച്ചു. എന്നിട്ട് എന്നെ മേലെ ഇനി കാണാൻ വന്നു പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് മനസ്സിനെ അമ്മയെ ആട്ടി പുറത്താക്കുകയായിരുന്നു എന്നാണ് നേഴ്സുമാർ എന്നോട് പറഞ്ഞത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അവർക്കിത് എന്തിൻ്റെ കേടാണ്? ഞങ്ങൾ മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല. അപ്പോഴാണ് മനസ്സുനി ആ വഴി വരുന്നത്. അപ്പോൾ മനസ്സുനി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ വീണ്ടും ലയ പറയാണ്, അവർക്ക് അവരുടെ കാര്യം നോക്കി നിൽക്കൂല അവർ. കാരണം അവർ കുടുംബം തകർക്കാൻ വേണ്ടി തന്നെ മകൻ്റെ മനസ്സിലേക്ക് ഓരോ കാര്യങ്ങളും കുത്തിവെച്ച് മകൻ ഈ കോലത്തിലായി. എന്നിട്ട് പോലും മകനെ വീണ്ടും കാണാൻ വന്ന് മകൻ്റെ സ്വസ്ഥത കളയാൻ വേണ്ടിയാ അവർ ചെയ്തു കൂട്ടുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആഷിതയാണെങ്കിൽ ഇനിയൊരു കാര്യം ചെയ്താൽ മതി ലയ. കാരണം ഇനി മനസ്സുനിയമ്മ വരാൻ നേരത്ത് ഡോക്ടർമാരോടും നഴ്സുമാരോടൊക്കെ പറയണം മകനെ കാണാനായിട്ട് സമ്മതിക്കരുതെന്ന്. അപ്പോൾ ആ ഒരു കാര്യം തീരുമല്ലോ, അവർ പോട്ടേന്നേ. ഇതൊക്കെ കേട്ടുകൊണ്ട് വന്ന് നമ്മുടെ മനസ്സുനിക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ മനസ്സുനി അപ്പോൾ ഇപ്പോൾ രണ്ട് മരുമക്കളും ഒന്നായില്ലേ? അവൾ പറയുന്നത് കേട്ടില്ലേ? എന്നെയും എൻ്റെ മകനെയും തമ്മിൽ വേർപിരിക്കാനുള്ള പണികൾ മുഴുവനാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ വെച്ച് പൊറപ്പിക്കില്ല എന്നും പറഞ്ഞ് മനസ്സുവിനെ അങ്ങോട്ട് നേരെ കയറി ചെല്ലുകയാണ്. എടി, നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ, എന്നെ എൻ്റെ മകനെ കാണാനായിട്ട് സമ്മതിക്കില്ലല്ലേ? കൊള്ളാലോ നീയാ. ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എടി ലയ, നീ എന്താ മന്ദബുദ്ധിയാണോ? നിന്റെ കുടുംബജീവിതം തകർത്തത് ആരാണ്? ഈഷിതയല്ലേ? നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അമ്മ കൂടുതൽ തർക്കിക്കാൻ നിൽക്കണ്ട. എൻ്റെ ജീവിതം തകർത്തത് ഈഷിതയല്ല, അത് എനിക്കിപ്പോൾ ബോധ്യമായി. നിനക്ക് ബോധ്യമായി പോലും. അവളുടെ ചേച്ചിയാണ് ഇവള്. നിന്നെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് സ്വന്തം അനിയത്തിയെ നല്ല പിള്ളയാക്കാനാണ് ഇവളുടെയൊക്കെ മനസ്സിലിരിപ്പ്. അതെല്ലാം വിശ്വസിച്ച് നീ ഇങ്ങനെ തന്നെ പറയണോ കേട്ടോ. നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? എന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞുണ്ടാവുക? നിൻ്റെ കുഞ്ഞിനെ ഇഷിത കളഞ്ഞല്ലേ? അമ്മ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ കുഞ്ഞിനെ കളഞ്ഞത് ഇഷിതയല്ല. പിന്നെ ഡോക്ടറെ പോയി ഞങ്ങൾ കണ്ടുകയും ചെയ്തു. എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. പിന്നെ എന്താണ് നിനക്കൊരു കുഞ്ഞുണ്ടാകാത്തത്
എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞുണ്ടാകാത്തതെന്ന്? അത് നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപം കാരണമാണ് ഞങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുണ്ടാകാത്തത്. ദൈവം വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഞങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞിൻ്റെ മുഖം കാണണ്ടായെന്ന്. പക്ഷേ അമ്മയും മകനും എപ്പോൾ തെറ്റിപ്പിരിയുന്നോ ആ സമയത്ത് മാത്രമേ ഞങ്ങൾക്കിനി ഒരു കുഞ്ഞുണ്ടാവുള്ളൂ. മകൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഈ അമ്മയെ ആവശ്യമില്ല, നിങ്ങൾ മാധവിൻ്റെ അമ്മയല്ലാന്ന് പോലും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാ മകൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി വീണ്ടും കുത്തിക്കേറി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? പോകാൻ പാടില്ല നിങ്ങൾക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആഷിതയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അങ്ങനെ ലയ വീണ്ടും പറയാ, ഇനിയും ഞങ്ങളുടെ കുടുംബം തകർക്കാൻ വേണ്ടി വരരുത്. ഞാൻ ആ മനുഷ്യനൊന്ന് മാറ്റിയെടുത്തോട്ടെ, എന്നിട്ട് എൻ്റെ ഭർത്താവിനോടത്ത് ഞാൻ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ, നിങ്ങൾ അതിനിടയിൽ കയറി വരാൻ നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലയ കയറി പോവാണ്. അപ്പോൾ ഈ മനസ്സിനെ പറയാണ്, നിനക്ക് സമാധാനം ആയല്ലോടി, എന്നെയും അവളെയും കൂടി തെറ്റിച്ചപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? മനസ്സിനെ അമ്മേ, ഇതൊരു തുടക്കം മാത്രമാണ്. നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അനുഭവിച്ചേ നിങ്ങൾ പോകുള്ളൂ. നിങ്ങളിനി കണ്ടോ, അവൾക്ക് ഏകദേശം സത്യങ്ങളൊക്കെ മനസ്സിലായി, നിങ്ങൾ ഇനി അനുഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആഷിതയും. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രചന നല്ല ഉറക്കുക. ആ സമയത്ത് ഒരു കോളിംഗ് ബെല്ല് കേൾക്കുന്ന രചന അവിടെ നിന്നിട്ട് വാതിൽ തുറക്കുക. വാതിൽ തുറന്നു കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആരുമില്ല. പക്ഷേ ആ വരാന്തയിൽ വെള്ള പൊതിച്ചൊരു ഇത് കിടക്കുന്നത് കാണുക. ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും രചന വിചാരിച്ച് ആരാന്ന്. അങ്ങനെ ആ വെള്ള പുതപ്പെടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമി മരിച്ചു കിടക്കുന്ന ആ രംഗമാണ് രചന കാണുന്നത്. ഇത് കണ്ട് രചന പേടിച്ചു പോവുകയാണ്. അയ്യോ, ആരെങ്കിലും ഓടിവായോ, സുമി മരിച്ചേ, സുമി ആരോ കൊന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും കറിയാ. പക്ഷെ അത് നമ്മുടെ രചനയുടെ സ്വപ്നമായിരുന്നു. രചന സ്വപ്നത്തിൽ ചാടി എണിക്കുകയാണ്. അയ്യോ, ആരെങ്കിലും ഓടിവായോ, സുമിയെ കൊന്നേ. അപ്പോൾ ആകാശ് ഞെട്ടിപ്പോ, ഇവിടെ എന്താ ഈ പറയുന്നത്? അങ്ങനെ ആകാശ് പെട്ടെന്ന് ലൈറ്റ് ഇട്ടിട്ട് രചന എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. രചന, നീ എന്തൊക്കെയാ പറയുന്നത്? ആകാശേ, സുമിയെ ആരോ കൊന്ന് ആകാശേ. അപ്പോൾ ആകാശം ഞെട്ടിപ്പോ, ഇതെന്തൊക്കെയാ ഇവിടെ പറയുന്നതെന്ന് ചിന്തിച്ച് നിൽക്കുക. രചന, നീ എന്തൊക്കെയാ പറയുന്നത്? അതെ ആകാശേ, എല്ലാവരെയും വിളിക്ക്, സുമിയെ ആരെ കൊന്ന്, ഞാൻ സുമിയെ കണ്ടു. അയ്യോ, ഇത് നമ്മുടെ ബെഡ്റൂമാണ് രചന, നീയൊന്ന് കണ്ണ് തുറക്ക്, നീ കണ്ട സ്വപ്നമാണ്, നീ ഒന്ന് കണ്ണ് തുറക്ക്. ഇത് നമ്മുടെ ബെഡ്റൂമാണ്, ചുറ്റുപാടും നോക്കിയേ. അയ്യോ ആകാശേ, ഞാൻ വല്ലാത്തൊരു സ്വപ്നം തന്നെയാണ് കണ്ടത്. പക്ഷെ അത് സ്വപ്നമാണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല ആകാശേ. ഉറപ്പായിട്ടും സുമിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പുള്ള കാര്യം തന്നെയാ. അല്ലെങ്കിൽ അവൾ എന്നോട് പറയാതെ പോകില്ല. ഇത് കേട്ട ആകാശാണെങ്കിൽ അത് നിനക്ക് വെറും തോന്നല. കാരണം നീ സുമി അത്രമാത്രം സ്നേഹിച്ചു, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ സുമി. അപ്പോൾ സുമി നിന്നോട് പറയാതെ ദുബായിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും നിനക്കത് സഹിക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനത്തെ ദുസ്വപ്നങ്ങളെല്ലാം കണ്ടത് രചന, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എന്നൊക്കെ പറയാ. ഇല്ല, എന്നാലും ആ സ്വപ്നം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. സുമിയെ വെള്ള പതിപ്പിച്ച രീതിയിലായിരുന്നു ഞാൻ കണ്ടത്. അല്ല, നീ എങ്ങനെയാ സ്വപ്നം കണ്ടത്? അല്ല, കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാ. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആരുമില്ല. പക്ഷെ വരാന്തയിൽ വെള്ള പൊതിച്ചൊരു ശരീരം കണ്ടു. ഞാൻ തുറന്നു നോക്കിയപ്പോൾ വായെന്ന് ചോരയെല്ലാം ഒലിച്ച് സുമിയാണ് കിടക്കുന്നത്, മരിച്ച്. എനിക്കതെൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ആകനൊരു വിങ്ങലാണ്, എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല ആകാശേ. നിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തി സുമി. അവൾ നന്ദി കെട്ടവളാണ്. അവളെക്കുറിച്ച് ഇനി ചിന്തിക്കണ്ട. അവൾ ദുബായിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടാകും. നിന്നെ ഒരിക്കൽ പോലും അവൾ വിളിച്ചോ? ഇല്ലല്ലോ. നിന്നോട് പറയാതെ പോലും അല്ലേ ഇവിടെ നിന്ന് പോയത്. നീ എന്തിനാ പിന്നെ അവളെക്കുറിച്ച് ചിന്തിക്കുന്നത്? കിടന്ന് ഉറങ്ങാൻ നോക്ക് രചന എന്ന് പറയാ. ആകാശിനാണെങ്കിൽ ആകെ പേടിയും തോന്നുക. അപ്പം ആകാശാണെങ്കിൽ എൻ്റെ ദൈവം, ഇവളാണെങ്കിൽ സ്വപ്നം കണ്ട് മരിച്ചു കിടക്കുന്നതായിട്ട്, ഇനിയിപ്പോൾ അവളുടെ ജഡം വല്ലതും പൊങ്ങിയിട്ടുണ്ടാവോ എന്ന് ചിന്തിക്കുകയാണ് നമ്മുടെ ആകാശ്. അങ്ങനെ ആകാശ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ നേരെ ആ പാറമടയിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. ആ വെള്ളം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവളുടെ ജഡം ഒന്നും പൊങ്ങിയിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ എങ്ങനെ പൊങ്ങാനാ? ഞാൻ കല്ലി കെട്ടിയല്ലേ അവളെ താത്തിയത്. അപ്പോൾ പിന്നെ അവളുടെ ജഡം പൊങ്ങില്ലല്ലോ. അപ്പോൾ അവിടുത്തെ അയൽവാസി വരികയാണ്. ഒരു ചൂണ്ടയായിട്ടാണ് ഇയാൾ വരുന്നത്. അപ്പോൾ ഇയാൾ ചോദിക്കണം, ആരാ, എന്താ ഇവിടെ, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, അയ്യോ അത് വേറൊന്നുമല്ല, ഞാൻ ഈ സ്ഥലങ്ങളേക്കൊന്ന് കാണാൻ വേണ്ടി വന്നതാ. അല്ല, ഇവിടെ ആരും വരാത്തൊരിതാണ്, പിന്നെ ഇവിടുത്തെ പണിയെല്ലാം മുടങ്ങിക്കിടക്കുവാണേ. അപ്പോൾ പെട്ടെന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ചോദിച്ചെന്നേ ഉള്ളൂ നിങ്ങൾ ആരാണെന്നൊക്കെ. അത് പിന്നെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി ഞങ്ങൾ ചില ലൊക്കേഷനുകളൊക്കെ തിരഞ്ഞെടുക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഇഷ്ടമായി. അയ്യോ സാറേ, സിനിമ ഷൂട്ടാണോ സാറേ എന്ന് ചോദിക്കണം. അതെ, ഒരു തമിഴ് സിനിമയുടെ ഷൂട്ടാണ് സാറേ. എപ്പോഴാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്? അത് ഡയറക്ടർ വന്ന് ഈ ലൊക്കേഷനൊക്കെ ഒന്ന് കാണണം, അതിനുശേഷമേ ഞങ്ങൾ അതിനെക്കുറിച്ച് തീരുമാനിക്കുള്ളൂ. അയ്യോ സാറേ,
അത് പിന്നെ സാറേ അപ്പോൾ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങുമല്ലേ? പിന്നെ തുടങ്ങും. അല്ല ചേട്ടാ, ഇതിന് നല്ല ആഴമുണ്ടോ? പിന്നെ 50 അടിയോളം നല്ല ആഴമുണ്ട്. ഇതിലേ നീന്താൻ അറിയാത്ത ആരെങ്കിലും വീണു പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല. കാരണം അതിൻ്റെ അടിയിൽ കുറേ കല്ലുകളൊക്കെ കെട്ടായി കിടക്കുക. അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കുരുങ്ങിപ്പോകും. പിന്നെ ഒരു പൊടി പോലും കിട്ടില്ല എന്ന് പറയാം. ഇത് കേട്ട് ആകാശിന് സമാധാനമാവുകയാണ്. അപ്പോൾ സുമിയുടെ കാര്യം ഗോവിന്ദ. അപ്പം സുമി ഇനി പൊങ്ങുന്ന പ്രശ്നമില്ല, രക്ഷപ്പെട്ടു. ആകാശേ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? സാറെന്താ ആലോചിക്കുന്നത്? ഞാനൊന്നും ആലോചിച്ചില്ല. ഏതായാലും സ്ഥലങ്ങളെല്ലാം കണ്ട് സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പം പക്ഷെ ഇയാൾ അവിടെ ചൂണ്ടിടുകയും ചെയ്യാണ്. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്നത് ആദി ചിപ്പിയോട് കാര്യങ്ങളെല്ലാം പറയാണ്. എനിക്ക് എന്തൊക്കെയോ സംശയമുണ്ട് ചിപ്പി, ആ സുമി ആൻറ്റിനെ കാണാനില്ല എന്ന് പറയാണ്. സുമി ആൻറ്റിനെ കാണാനില്ലെന്നോ? പക്ഷെ അങ്കിള് പറഞ്ഞത് സുമി ആൻറ്റി ദുബായിലേക്ക് പോയെന്നാ. പക്ഷേ മമ്മിയോടൊരു വാക്ക് പോലും പറയാതെ സുമി ആൻറ്റി ഏതായാലും ദുബായിലേക്ക് പോകുന്നില്ല ചിപ്പി. അതെന്തുകൊണ്ടാ മമ്മിയോട് പറയാതെ പോയത്? അപ്പം ഇതിലെന്തൊക്കെയോ സംഗതികളില്ലേ? എൻ്റെ ആദ്യേട്ടാ, നമ്മൾ കുഞ്ഞി പിള്ളേരല്ലേ, എന്തിനാ വലിയവരുടെ കാര്യം നമ്മൾ അന്വേഷിക്കാനായിട്ട് പോകുന്നത്? അതുകൊണ്ട് അത് വിട്ടേരെ ആദ്യേട്ടാ. ഞാൻ ഡാഡിയോടും ഈ കാര്യം പറഞ്ഞായിരുന്നു ചിപ്പി. പക്ഷെ ഡാഡിയും പറഞ്ഞത് നീ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കണ്ട എന്ന്. ഡാഡി പറഞ്ഞതിൽ സത്യമല്ലേ? എന്തിനാണ് ആദ്യേട്ടൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? എന്നാലും ചിപ്പി, ഒരു പക്ഷേയില്ല. പക്ഷെ ആ ആകാശം എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്. സുമി ആൻറ്റിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കാനാണ് അയാൾ നോക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് ഓർത്തിട്ട് വലിയ ടെൻഷനുണ്ട്. എൻ്റെ ദൈവമേ, ഈ ആദ്യേട്ടൻ്റെ ഒരു കാര്യം എന്നിങ്ങനെ പറയാം. പിന്നീട് നമ്മുടെ ഇഷിതയെ കാണിക്കുകയാണ്. അപ്പോൾ ഇഷിതയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. കാരണം ഈ മഞ്ജിമ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. ആദ്യം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആദ്യം നല്ല ചെറുക്കനല്ല, നിൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് നോക്കും എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മുടെ മഹേഷ് ഇഷിതയ്ക്കുള്ള ഭക്ഷണമായിട്ട് വരിക. അപ്പോൾ ഭക്ഷണം വാരി കൊടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വേണ്ട മഹേഷ്, എനിക്ക് വിശപ്പില്ല. തന്നെ പരിചരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ പരിചരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ തനിക്ക് ഭക്ഷണം വാരിത്തരുന്നതും എൻ്റെ ഒരു കടമയാണ്. അതുകൊണ്ട് അങ്ങോട്ട് കഴിച്ചണ്ടേ. താൻ വേണ്ടെന്നൊക്കെ പറയും, പക്ഷെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അത് വേണ്ടെന്നൊന്നും തോന്നില്ല. അതുകൊണ്ട് കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വായിൽ വെച്ചു കൊടുക്കുക. ഞാനേ മഹേഷിനോട് കാര്യം പറയട്ടെ, പക്ഷെ മഹേഷ് അതൊരു സംഭവമാക്കി എടുക്കരുത്. ആദ്യം താൻ പറ, എന്നിട്ടത് സംഭവമാക്കി എടുക്കണോ വേണ്ടെന്ന് ആലോചിക്കാം. എങ്കിൽ പിന്നെ ഞാൻ പറയുന്നില്ല. താനിങ്ങനെ പിണങ്ങല്ലേടോ, താൻ കാര്യം പറ. അത് പിന്നെ മഹേഷേ, ഇന്നേ ഞാനൊരു കാര്യം അറിഞ്ഞായിരുന്നു. ഈ ചിപ്പി മോൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ ആഗ്രഹം. ചിപ്പി മോൾക്കൊരു കുഞ്ഞാവിനെ വേണോന്ന്. അതെ, അത് അവൾ തന്നെയല്ലേ പ്ലാൻ ചെയ്തത്? ആണ്. പക്ഷേ ആദിയുടെ മനസ്സിൽ വിചാരം, എനിക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ എനിക്ക് ചിപ്പിയോടുള്ള സ്നേഹം കുറഞ്ഞു പോകും, അതുകൊണ്ട് കുഞ്ഞുണ്ടാവുന്നത് വലിയ ആപത്താണ്, അവനത് ഇഷ്ടമല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ആദിയോ? ആദ്യം അങ്ങനെ തന്നോട് പറഞ്ഞ? എന്നോടല്ല, മഞ്ജിമേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞത്. നല്ല ആള്, നല്ല കഥയായിപ്പോയി. മഞ്ജിമേച്ചി പറഞ്ഞു, ഈ ആദിക്ക് മഞ്ജിമപ്പയെ തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് മഞ്ജിമേച്ചിക്കും അതേപോലെ തന്നെയാണ്, ആദിയെ ഇഷ്ടമല്ല. അപ്പം ആദിക്ക് വേണ്ടി കൊളത്താൻ വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയാം. പക്ഷേ മഞ്ജിമേച്ചിയോടല്ല അങ്ങനെ പറഞ്ഞത്. ആദി രചനയോടാ പറഞ്ഞത്. ബെസ്റ്റ്. രചന ചിലപ്പോൾ ആദിയോട് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം. അത് തിരുത്തുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഇഷിത, താനിതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ? ഈ ആദി എന്ന് പറഞ്ഞ കൊച്ച് അങ്ങനെയെല്ലാം കരുതുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കിയ ആദി അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനൊരു ചീത്ത സ്വഭാവമുള്ളൊരു കുട്ടിയല്ല. അവൻ നല്ലത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കുട്ടി തന്നെയാണ്. അപ്പം അറിയാലോ. പിന്നെ ആദിയെക്കുറിച്ച് എന്തിനാ ഇങ്ങനൊരു ഡൗട്ട്? എനിക്ക് ഡൗട്ടൊന്നുമില്ല. പക്ഷെ മഞ്ജിമേച്ചി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ആലോചിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലൊരു ആലോചനയും വേണ്ട. മനസ്സിൽ കരട് വീഴാൻ പാടില്ലേ. എൻ്റെ മനസ്സിൽ കരടൊന്നുമില്ല. ആദിയെക്കുറിച്ച് എനിക്ക് നല്ലതായിട്ട് അറിയുന്നത് കൊണ്ട് എനിക്ക് അവനെ സംശയിക്കാനും പറ്റൂല. അപ്പോൾ അവരോടൊക്കെ പോകാൻ പറ. പിന്നൊരു കാര്യം ചെയ്താൽ മതി, മഞ്ജിമയുടെ മുന്നിൽ നിർത്തി ആദിയോട് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കണം. അപ്പം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നറിയോ? മഞ്ജിമേച്ചിയെ തേച്ചൊട്ടിച്ച് ഭിത്തിയിൽ അങ്ങോട്ട് ഒട്ടിക്കും ആദി. അതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. അത് ശരിയാണ് മഹേഷ് പറഞ്ഞതൊക്കെ. അല്ലെങ്കിലേ അവൻ നല്ല സ്ട്രോങ് ആണ് എന്ന് പറയാണ്. ഈ മഹേഷിൻ്റെ നല്ല പരിക്കൻ സ്വഭാവമൊക്കെ മകനും കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ
മുള്ളിൽ ജനിച്ച മകന് പൂവിൻ്റെ സ്വഭാവം ഉണ്ടാവോ? മുള്ളിൽ ജനിച്ചവന് മുള്ളിൻ്റെ സ്വഭാവം തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കരമായിട്ടും സന്തോഷം കൊണ്ട് മതിമറക്കുന്നൊരവസ്ഥ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.